ഹായ്, എൻ്റെ പേര് അസ്മ. ഞാൻ ഫിറ്റ് ലൈഫ് ന്യൂട്രീഷൻ ക്ലബ്ബിലാണ് കണക്ട് ആയിട്ടുള്ളത്. ഇന്നത്തെ ബിലോ എസ് വി വർക്ക്ഷോപ്പിൽ അഷ്റഫ് സാർ പറഞ്ഞത് മനസ്സിലാക്കി തന്നത് ഹെർബൽ ലൈഫിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അത് എന്തായിരുന്നു ആ ഫുഡ് കണ്ടെത്താനുള്ള ഉദ്ദേശം, അതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്ന്. പിന്നെ നാജിയ സിക്കന്ദറിൻ്റെ ക്വസ്റ്റ്യനും കൂടി ആയപ്പോൾ കാര്യമായിട്ട് ഇത് മനസ്സിലാക്കി തന്നെ വേണം. എഴുതിയെടുത്തിട്ടും എഴുതിയെടുക്കലും കൂടെ അത് നമ്മളെ മനസ്സിൽ കളക്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് ഉറപ്പായി. കാരണം ക്വസ്റ്റ്യൻ ഏത് നേരത്തെ വരും എന്നുള്ളത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ അനീസ് സാറിൻ്റെ എല്ലാവിധ സപ്പോർട്ടും കൂടിയിട്ട് ക്ലാസ് നല്ല ഉഷാറാക്കി. ഏതായാലും ഒരുപാട് യൂസ്ഫുള്ളായി വരും ഈ ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. വളരെ നന്ദിയുണ്ട്. ഈ ക്ലാസ്സിൽ കണക്ട് ആയതിൽ നല്ല സന്തോഷമുണ്ട്. ഓക്കെ. ഗുഡ് ഈവനിങ്, പത്മിനി ചേച്ചിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഫുഡിനെ കുറിച്ച്, ഫുഡ് ഇത്ര എണ്ണം നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയ ഓരോ ഫുഡും ഇത്ര എണ്ണം എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. പിന്നെ കുറച്ച് പിന്നെ എന്തിട്ട് പറയുക, നമ്മുടെ ഫുഡുകളുടെ കാര്യങ്ങളും അതിലെന്തൊക്കെ അടങ്ങിയിട്ടിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇന്ന് എടുത്തു പറഞ്ഞ രഘുവേട്ടനാണെങ്കിലും മറ്റേ നമ്മുടെ സെലീന മേഡം ആണെങ്കിലും എടുത്ത് പറഞ്ഞ് ഓരോന്നിലും എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം ഓരോന്നിനും ഉപയോഗപ്രദമാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഫുഡിനെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു 7 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് ഒരുവിധം ഇതുവരെ നമുക്ക് ഒരുപാട് കേൾക്കും. നമ്മൾ ഓരോ മീറ്റിങ്ങിലും ഇതിലാണ് കേൾക്കും. നമ്മൾ ഫുഡിനെ പറ്റിയാണെങ്കിലും കമ്പനീനെ പറ്റിയാണെങ്കിലും എന്തെല്ലാത്തിനെയും പറ്റി നമ്മൾ കേൾക്കും. പക്ഷെ അത് അപ്പം തന്നെ മൈൻഡിൽ നിൽക്കും. കുറച്ച് നേരം 2 ദിവസം മനസ്സിൽ നിൽക്കും. പിന്നീട് കേൾക്കുമ്പോഴത് വീണ്ടും ഓർമ്മ വരിക. ഇതങ്ങനെയല്ല. ഇപ്പം നമുക്ക് എന്താ പറയുക, നാളത്തേക്ക് ഇനി എന്ത് ചോദ്യവും നമുക്ക് വരിക എന്ന് കരുതിയിട്ട് എന്തായാലും എല്ലാതും നമുക്ക് പഠിക്കാനായിട്ടൊരു പ്രചോദനം തന്നെയാണ് ഈ ക്ലാസ്സുകൾ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു ഓൾ. ഇന്ന് ക്ലാസ് എടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.